ലൈവിൽ നടന്നത് ജിഷിൻ അനുമോള് ആദിലയുടെ കയ്യിൽ PR-ന്റെ നമ്പർ കൊടുത്തിട്ട് അക്ബറിനെ തകർക്കാൻ പറഞ്ഞു. ആ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അനു പറയുന്നത് അനുവിൻ്റെ നമ്പറാണ് കൊടുത്തത്, വിളിക്കുമ്പോൾ ചേച്ചിയായിരിക്കും എടുക്കുക, അങ്ങനെ സംസാരിക്കാം എന്നാണ് ആദിലയോട് അനു പറഞ്ഞത്. എന്നാൽ ആദില കഴിഞ്ഞ ദിവസം അക്ബറിനോടും എല്ലാവരോടും പറഞ്ഞത് പുറത്തിറങ്ങിയിട്ട് അനുവിൻ്റെ PR-നെ വിളിച്ചിട്ട് അക്ബറിനെ തകർക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നാണ്. അനുവാണെങ്കിൽ ഇത് കേട്ട് ഭയങ്കര കരച്ചിലാണ്. ഞാനൊരിക്കലും അങ്ങനെ ചെയ്യില്ല, ഞാനൊരു മനുഷ്യനാണ്, മൃഗമൊന്നുമല്ല, ഒരാളെ തകർക്കാൻ ഞാനങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞ് ദൈവത്തെയും അമ്മയും എല്ലാം പിടിച്ച് സത്യം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ എനിക്കിവിടെ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. ജിഷിനും ഷാനവാസിനൊക്കെ അറിയാം അനു ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന്. അതുകൊണ്ടാണ് ജിഷിൻ വന്ന് ചോദിച്ചത്. ആദിലയുടെ നമ്പർ ഇപ്പോഴും എൻ്റെ കബോർഡിലുണ്ട്, ഞാൻ അത് നിങ്ങളെയൊക്കെ കാണിക്കാം. എൻ്റെ നമ്പർ അവരുടെ കബോർഡിലുമുണ്ട്, എല്ലാം നൂറയ്ക്കറിയാം, നൂറയെ വിളിച്ച് ചോദിക്കുന്നൊക്കെ അനു പറയുന്നുണ്ട്. എന്നാൽ നൂറ ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. എല്ലാം സംസാരിച്ച് തീർക്കണമെന്ന് നൂറ എപ്പോഴും പറയാറുണ്ട്. ആ നൂറ ഇപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. അനുവെന്ന് ചോദിച്ചിട്ടും എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്നാണ് പറയുന്നത്. അനു ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു. എന്തായാലും ജിഷിൻ വഴി അറിയാൻ സാധിച്ചത് നന്നായി. പിന്നീട് വീടിനുള്ളിൽ കയറിയപ്പോൾ അനു കബോർഡ് തുറന്ന് ആദിലയുടെ നമ്പർ എഴുതിയത് നെവിനെ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നെവിൻ എനിക്ക് നിന്നെ വിശ്വാസമായി എന്നൊക്കെ പറയുന്നുണ്ട്. നെവിൻ വളരെ സത്യസന്ധമായിട്ട് അനുവിൻ്റെ കൂടെ നിന്നു. നെവിൻ അക്ബറിനോട് പറയുന്നുണ്ട്, നോക്ക് അക്ബർ, അനു പറയുന്നത് സത്യമാണെന്ന് തോന്നുന്നു, അനുവിൻ്റെ ചേച്ചിയുടെ നമ്പറാണ് ആദിലയ്ക്ക് അനു കൊടുത്തത്. ആ സമയത്ത് അക്ബർ ഒന്ന് ചിരിച്ചിട്ട് നെവിനോട് പറയും, എനിക്കറിയാം, ആദില പോകുന്ന നേരത്ത് എന്നോട് പറഞ്ഞിരുന്നു അനു അവളുടെ ചേച്ചിയുടെ നമ്പറാണ് തന്നത്. ചേച്ചി PR-നെ വിളിച്ചിട്ട് അക്ബറിനെ തകർക്കണം, അങ്ങനെയാണ് പറഞ്ഞതെന്ന് അക്ബർ ഇപ്പോൾ അങ്ങനെ പറയുന്നു. ഇത്രയും നേരം അനു PR-ന്റെ നമ്പറാണ് കൊടുത്തതെന്ന് പറഞ്ഞ അക്ബർ ഇപ്പോൾ ഇതാ മാറ്റി പറയുന്നു. ആദില, നൂറ, ഇപ്പോൾ ഇതാ ശൈത്യയും കൊടും വിഷമാണ്. ലക്ഷ്മി പറഞ്ഞത് എത്ര കറക്റ്റാണ്, ഇവരെയൊന്നും വീട്ടിൽ അടിച്ച മുറ്റത്ത്